ലോകാ സമസ്താ സുഖിനോ ഭവന്തു. നമസ്കാരം, ഞാൻ ഡോക്ടർ റാഫിയ ജാഫർ ഖാൻ, വൈദ്യർമന്ദിരം ഹോസ്പിറ്റൽ, ട്രിവാൻഡ്രം. നമ്മൾ സ്ത്രീകൾ പലപ്പോഴും പുറത്തു പറയാൻ മടിക്കുന്ന ഒരു രോഗമാണ് വെള്ളപ്പോക്ക് അഥവാ ലൂക്കോറിയ. നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തെന്നാൽ, ഈ നമ്മുടെ വജീന അഥവാ യോനിക്ക് ചുറ്റും അതിനെ സ്വന്തമായി തന്നെ ക്ലീൻ ചെയ്യാനുള്ള അല്ലെങ്കിൽ സ്വന്തമായി തന്നെ അതിനെ വൃത്തിയാക്കാനുള്ള പ്രോപ്പർട്ടി ഉണ്ട് എന്നതാണ്. സോ അതുകൊണ്ടാണ് ഒക്കേഷണലി അവിടെ എപ്പോഴും ഒരു നനവ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. പലപ്പോഴും ഇത് ഏതൊക്കെ ഡിസ്ചാർജ് ആണെന്നും അല്ലെങ്കിൽ ഇത് നോർമൽ ആയിട്ടുള്ള ഡിസ്ചാർജ് എപ്പോഴൊക്കെയാണെന്ന് നമുക്ക് കൺഫ്യൂസ്ഡ് ആണ്. സോ അത് ഏതൊക്കെയാണ് നോർമൽ എന്നും ഏതൊക്കെ നിറത്തിലാണ് നമുക്ക് കാണപ്പെടുന്നതെന്നും നോക്കാം. ഫസ്റ്റ് തന്നെ മുട്ടയുടെ വെള്ള പോലെ, എഗ്ഗിൻ്റെ വൈറ്റ് പോലെ സ്റ്റിക്കി ആയിട്ടുള്ള ഒരു ലക്ഷണത്തിൽ ഉണ്ടാകുന്ന ഒരു വജൈനൽ ഡിസ്ചാർജ് ഉണ്ടാവാറുണ്ട്. ഇത് നമുക്കൊരു നോർമൽ ഡിസ്ചാർജായി കണക്കാക്കാം. ഇത് കൂടുതലും ഉണ്ടാവുന്നത് മുലയൂട്ടുന്ന അമ്മമാരിൽ, സെക്ഷൽ ഉണർവുള്ള സാഹചര്യങ്ങളിൽ, അതുപോലെ ഗർഭിണികളായ സ്ത്രീകളിലുമാണ് ഈ ഒരു ഡിസ്ചാർജ് നമുക്ക് കാണപ്പെടുന്നത്. ഇതൊരു നോർമൽ ഡിസ്ചാർജായി തന്നെ കണക്കാക്കാം. നെക്സ്റ്റ്, ഒരു യെല്ലോ നിറത്തിലുള്ള ഡിസ്ചാർജ്. യെല്ലോ നിറത്തിലുള്ള ഡിസ്ചാർജിനോടൊപ്പം തന്നെ യോനിയുടെ ഭാഗം ചൊറിച്ചിൽ, അതുപോലെ ബന്ധപ്പെടുമ്പോഴുള്ള വേദന, ലോവർ അബ്ഡോമിനൽ പെയിൻ തുടങ്ങിയ കാര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇത് നമുക്കൊരു സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ആക്കി കണക്കാക്കാം. ക്ലമഡിയ അല്ലെങ്കിൽ ഗൊണേറിയ പോലുള്ള ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് കൊണ്ടാണ് ഈ ഒരു ഡിസ്ചാർജ് യോനിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത്. നെക്സ്റ്റ്, തൈര് പോലെ കേർഡി കൺസിസ്റ്റൻസിയിൽ ഉള്ള ഒരു ഡിസ്ചാർജ് നമുക്ക് ഉണ്ടാവാറുണ്ട്. പലപ്പോഴും ഇതിനോടൊപ്പം തന്നെ യോനിയുടെ ഭാഗത്ത് ചൊറിച്ചിലും, അതുപോലെ ലോവർ അബ്ഡോമിനൽ പെയിൻ, ഇരിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. പലരും ഇത് പുറത്ത് പറയാൻ മടിക്കുന്ന ഒരു കണ്ടീഷനാണ് ഇതൊക്കെ, എന്തായിരിക്കും എന്നുള്ളത് കൊണ്ട്. എന്നാൽ ഇത് ഒളിച്ചു വെക്കരുത്, ഇത് പുറത്തേക്ക് പറയുക. എന്നെങ്കിൽ ഏതെങ്കിലും ഒരു ലേഡി ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് പുറത്ത് പറഞ്ഞ് അതിനുള്ള പരിഹാരം നിങ്ങൾ സ്വീകരിക്കേണ്ടതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ തൈര് പോലെ അല്ലെങ്കിൽ കേർഡിയായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിലുള്ള ഈ ഒരു ഡിസ്ചാർജ് ഫംഗൽ ഇൻഫെക്ഷൻ അഥവാ ഈസ്റ്റ് പോലുള്ള ഇൻഫെക്ഷൻ കൊണ്ടാണ് ഈ ഒരു ഡിസ്ചാർജ് യോനിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത്. ഓവറായിട്ടുള്ള വജൈനൽ വാഷ് അല്ലെങ്കിൽ സോപ്പിൻ്റെ ഉപയോഗം കൊണ്ടാണ് ഈ ഒരു അമ്മോണിയയുടെ സ്മെൽ അല്ലെങ്കിൽ ഫിഷിൻ്റെ ദുർഗന്ധമുള്ള ചാരനിറത്തിലെ ഡിസ്ചാർജ് നമുക്ക് വജൈനയുടെ ഭാഗത്തു നിന്നും കാണപ്പെടുന്നത്. ഇത് എങ്ങനെ ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ, ഇതൊരു സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ആയിട്ടല്ല. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ വജൈനയുടെ ചുറ്റിനും ഒരു അസിഡിക് കണ്ടന്റ് ഉണ്ട്. അസിഡിക് കണ്ടന്റിനെ നശിപ്പിച്ച് അവിടെ ബാക്ടീരിയൽ ഗ്രോത്ത് ഉണ്ടായിട്ട് ഉണ്ടാകുന്ന ഇൻഫെക്ഷനാണ് ഈ ഒരു ഫിഷിൻ്റെ ദുർഗന്ധമുള്ള ഈ ഒരു ഇൻഫെക്ഷൻ. അമോണിയയുടെ സ്മെല്ലുള്ള ഫിഷിൻ്റെ ദുർഗന്ധമുള്ള ചാരനിറത്തിലെ നല്ല ചാരനിറത്തിലായിരിക്കും ഈ ഒരു സെക്രീഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതും ശ്രദ്ധിക്കേണ്ടതാണ്. ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടോ കാര്യങ്ങളോ നിങ്ങളുടെ ആരെങ്കിലും അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടതാണ്. അടുത്തതായി നമുക്ക് റെഡ് കളറിൽ ചുവന്ന നിറത്തിലുള്ള ഡിസ്ചാർജ്. ഈ ഡിസ്ചാർജ് നമ്മൾ ശ്രദ്ധിക്കണം. ഒന്നെങ്കിൽ നമ്മുടെ പീരീഡ്സ് ടൈം ആണോ എന്ന് നോക്കണം, അല്ലെങ്കിൽ പീരീഡ്സിന് തൊട്ടടുത്ത ദിവസങ്ങൾ, അതായത് പീരീഡ്സ് കഴിഞ്ഞിട്ടുള്ള തൊട്ടടുത്ത ദിവസങ്ങളിലാണ് ഈ ഒരു ഡിസ്ചാർജ് ഉണ്ടാകുന്നതെങ്കിൽ ഇത് നമുക്കൊരു നോർമൽ ഡിസ്ചാർജായി കണക്കാക്കാം. അതല്ല, പീരീഡ്സ് ഡേറ്റ് ഒക്കെ കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ടുമാണ് ഈ ഒരു ഡിസ്ചാർജ് ഉണ്ടാകുന്നതെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഇത് ശ്രദ്ധിക്കേണ്ടതാണ്. ഒന്നെങ്കിൽ നിങ്ങളൊരു ഗൈനക്കോളജിസ്റ്റിനെ പോയി കാണുക, അല്ലെങ്കിൽ ഒരു ഡോക്ടറെ കണ്ട്, നിങ്ങളുടെ പേഴ്സണൽ ഡോക്ടേഴ്സ് ഉണ്ടെങ്കിൽ ഡോക്ടറെ പോയി കണ്ട് ഇതിൻ്റെ ഒരു നിങ്ങളുടെ എല്ലാ ലക്ഷണങ്ങളും പറഞ്ഞ്, നിങ്ങളുടെ എല്ലാ ബുദ്ധിമുട്ടും കാര്യങ്ങളും പറഞ്ഞെങ്കിൽ മാത്രമേ ഇതിന് കറക്റ്റായിട്ടുള്ളൊരു റെമഡി നിങ്ങൾക്ക് സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ. അടുത്തൊരു ബ്രൗൺ നിറത്തിലുള്ള ഒരു ഡിസ്ചാർജാണ് യോനിയുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് കാണുന്നതെങ്കിൽ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നോക്കണം, ശ്രദ്ധിക്കണം. നമ്മുടെ പീരീഡ്സ് ഡേറ്റ് ആണോ, പീരീഡ്സിന് മുമ്പാണോ, അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിലാണോ എന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ഇതൊരു രോഗമായിട്ട് കണക്കാക്കേണ്ടത്. ഇത്രയുമാണ് ഒരു അബ്നോർമലായിട്ടുള്ള ഡിസ്ചാർജ്, വജൈനയിൽ നിന്നുണ്ടാകുന്ന അബ്നോർമലായിട്ടുള്ള ഡിസ്ചാർജ്. ഇനി ഇത് നമുക്ക് സ്വന്തമായിട്ട് എങ്ങനെയൊക്കെ ഇതിനെ ഒന്ന് പ്രിവെന്റ് ചെയ്യാം എന്ന് നോക്കാം. അതായത് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നാണല്ലോ നമ്മൾ പറയുന്നത്, അല്ലേ? അതുകൊണ്ട് നമ്മൾ ഇത് വരാതിരിക്കാൻ എന്തൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യാൻ സാധിക്കുമെന്ന് നോക്കാം. ലൂക്കോറിയ തടയാൻ വേണ്ട പ്രധാനപ്പെട്ട ഒന്നാണ് പേഴ്സണൽ ഹൈജീൻ. നമ്മുടെ ഈ ഒരു കാലാവസ്ഥയിൽ എപ്പോഴും ചൂടായിരിക്കും, അല്ലേ? അതുകൊണ്ട്
കോട്ടൺ അണ്ടർവെയർസ് യൂസ് ചെയ്യുക. പോളിസ്റ്റർ പോലുള്ള മിക്സ് ചെയ്തിട്ടുള്ള ക്ലോത്ത് കൊണ്ടുള്ള അണ്ടർവെയർസ് ഒഴിവാക്കിയിട്ട് കോട്ടൺ ആയിട്ടുള്ള ക്ലോത്തിൻ്റെ ഉപയോഗിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മൾ മാരീഡ് ആയിട്ടുള്ളവർ സെക്ഷലി ബന്ധപ്പെടുന്നതിന് മുമ്പും ശേഷവും വൃത്തിയായിട്ട് യോനിയുടെ ഭാഗങ്ങൾ കഴുകാനായി ശ്രമിക്കുക. നെക്സ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു പോയിൻ്റാണ് ഓവറായിട്ടുള്ള സോപ്പിൻ്റെ ഉപയോഗം അല്ലെങ്കിൽ വജൈനൽ വാഷിൻ്റെ ഉപയോഗം. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ബാക്ടീരിയൽ ഗ്രോത്ത് അവിടെ ഫോം ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. ഇതിൽ നിന്നും വജൈനൽ ഇൻഫെക്ഷൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഓവറായിട്ടുള്ള സോപ്പിൻ്റെയും വജൈനൽ വാഷിൻ്റെയും ഉപയോഗം ഒഴിവാക്കുക. ഇതൊക്കെയാണ് ഒരു ലൂക്കോറിയ വരാതിരിക്കാൻ നമ്മൾ സ്വന്തമായിട്ട് പ്രിവെൻറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ. ലൂക്കോറിയയുടെ നിറവ്യത്യാസങ്ങളെക്കുറിച്ചും എങ്ങനെയൊക്കെ ഇതിനെ തടയാൻ സാധിക്കും എന്നതിനെക്കുറിച്ചും നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. നമ്മുടെ ഹോസ്പിറ്റലിൽ ഇതിനുള്ള ട്രീറ്റ്മെൻറ്റ് അവൈലബിൾ ആണ്. എൻ്റെ താഴെ കാണുന്ന എൻ്റെ പേഴ്സണൽ നമ്പറും ഉണ്ട്. ഇതിൽ വിളിച്ച് നിങ്ങൾക്ക് എന്ത് ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ഒരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.